ഉത്സവത്തിരയിൽ ആറാടി വരുന്നോരേ, ആനന്ദസാഗര സന്നിധി പോകാൻ ആഗ്രഹം നിറഞ്ഞോരേ, കാണണമെന്നുമെൻ കൺമുന്നിൽ നിറയുന്ന മുത്തപ്പ മാഹാത്മ്യം, കേൾക്കണമെൻ കാതിലെന്നും അപ്പുണ്ണും പൊൻതിരുവപ്പനയും. ഗുരുണ്ടേ ഭഗവതിയുണ്ടേ, നാഗങ്ങളുണ്ടേ, മുരുകനുണ്ടേ. വന്നാലും ഉത്സവകാലം തേടി വള്ളുവൻ കടവിലേക്ക്, വന്നാലും ഉത്സവകാലം തേടി മുത്തപ്പ മടപ്പുരയിൽ, മുത്തപ്പ മടപ്പുരയിൽ. കേരളത്തിൽ ഏറ്റവുമധികം ദൈവങ്ങൾ ഇടതിങ്ങി വസിക്കുന്ന നാട്. അവിടെ മുത്തപ്പ ചൈതന്യത്തിന് പേരുകേട്ട കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പ് എന്ന ഗ്രാമത്തിലൂടെ ഒഴുകുന്ന കാട്ടാമ്പള്ളിപ്പുഴ, കിഴക്കൻ മലനിരകളിൽ നിന്നും പിറവിയെടുക്കുന്ന കാട്ടാമ്പള്ളിപ്പുഴയുടെ വള്ളുവൻ കടവിൽ വച്ചാണ് കയ്യിൽ അമ്പും വില്ലുമായി മത്സ്യങ്ങളെ അമ്പെയ്ത് വിനോദിക്കുന്ന സാക്ഷാൽ ശ്രീമുത്തപ്പൻ കാരണവർക്ക് ദർശനമായി മാറിയത്. പ്രകൃതിരമണീയവും പ്രശാന്തസുന്ദര അന്തരീക്ഷവുമുള്ള പച്ചപ്പ് നിറഞ്ഞ പുണ്യഗ്രാമം. ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കിരുവശവുമുള്ള പാടത്ത് മുത്തപ്പന്റെ തിരുമുടിയിൽ അണിയുവാനുള്ള തുമ്പപ്പൂക്കൾ പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമുക്കേവർക്കും വിസ്മയമുണ്ടാക്കുന്നതാണ്. തെയ്യങ്ങൾ കൊണ്ടും തെയ്യക്കഥകൾ കൊണ്ടും പ്രസിദ്ധമാണ് വടക്കൻ കേരളത്തിൻ്റെ മണ്ണ്. കടും നിറങ്ങളിൽ തേച്ച ചായങ്ങളും ഉടയാടകളും മലയാളക്കരയിൽ തെയ്യത്തെ മറ്റ് കലാരൂപങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. വടക്കൻ്റെ മണ്ണിലെ വിളക്കാണ് ശ്രീമുത്തപ്പൻ. കാടിനും നാടിനും കാവലാളായി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകി ഒരു ദേശത്തിനാകെ നേർവഴി തെളിയിച്ച് മഹാശക്തിയായി പുണ്യം ചൊരിയുന്നു ശ്രീമുത്തപ്പൻ. വേളി കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണുവാൻ ഭാഗ്യമില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന അയ്യങ്കര ഇല്ലത്തെ പാടിക്കുറ്റി അന്തർജനത്തിൻ്റെ പ്രാർത്ഥനകളും വഴിപാടുകളും ശ്രീമുത്തപ്പൻ എന്ന മഹാപുണ്യത്തിന് കാരണമായി മാറുകയായിരുന്നു. വടക്കൻ കേരളത്തിൽ നൂറുകണക്കിന് മുത്തപ്പൻ മടപ്പുരകളുണ്ട്. ഓരോ മടപ്പുരയ്ക്കും അതിൻ്റേതായ പ്രൗഢിയും പ്രശസ്തിയുമുണ്ട്. മലബാറിൻ്റെ ആത്മീയ തിലകമായി തീർന്ന് ഭൂമിയിലാകെ നിറഞ്ഞു നിൽക്കുകയും ഒരു വിളിക്ക് മറുവിളി എന്നോണം അനുഗ്രഹ ദേവസ്പർശം അനുഭവിച്ചറിയിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മഠപ്പുരയാണ് വള്ളുവൻ കടവ് ശ്രീമുത്തപ്പൻ മഠപ്പുര. മലബാറിൻ്റെ ദേശവഴികളിൽ ഇഷ്ടജനത്തെയോ ഇഷ്ടസ്ഥാനത്തെയോ കണ്ടാൽ കുടിയിരിക്കുന്ന ഭഗവത് സ്വരൂപമാണ് സാക്ഷാൽ ശ്രീമുത്തപ്പൻ.
വൈഷ്ണവ ശൈവ സങ്കല്പങ്ങളിൽ നിന്നും പിറവിയെടുത്ത അനുഗ്രഹദായകനായ ആരാധനാമൂർത്തി. ഒരു ഭക്തന്റെ ഉള്ളിലെ വിഷമതകൾ തിരിച്ചറിഞ്ഞ് ആശ്വാസത്തിൻ്റെ കരസ്പർശം കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞ് മനഃശാന്തിയുടെ തണലിലേക്ക് നയിക്കാൻ ഓരോ ഭക്തനെയും പ്രാപ്തനാക്കുന്നു ഈ മഹാചൈതന്യം. ഒരിക്കൽ പൂർവികരിൽ നിന്നും കൈവിട്ടുപോയ മണ്ണായിരുന്നു വള്ളുവൻ കടവ്. എന്നാൽ മുത്തപ്പ ചൈതന്യത്തിൻ്റെ ദർശന പുണ്യം നേടാൻ കൊതിച്ച ഭക്തർ കൈവിട്ടുപോയ ആ മഹാമണ്ണ് തിരിച്ചുപിടിച്ചു. പൂർവഗുരുവിൻ്റെയും ശ്രീ മുത്തപ്പദേവൻ്റെയും പ്രേരണയാലെന്ന വണ്ണം ഈ തറവാടിൻ്റെ തായ്വഴിയിൽ തന്നെയുള്ള ശ്രീ അരിയമ്പാട്ട് മുകുന്ദൻ ഈ സ്ഥലമേറ്റെടുത്ത് നാട്ടുകാരുമായി ഒത്തുചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയായിരുന്നു. അങ്ങനെ ദേവസ്പർശം അനുഭവിച്ചറിയുന്ന പ്രസിദ്ധമായ മടപ്പുരയായി ശ്രീ വള്ളുവൻ കടവ് മുത്തപ്പൻ മടപ്പുര വളർന്നു. ശ്രീ വള്ളുവൻ കടവ് മുത്തപ്പൻ മടപ്പുര അതിൻ്റെ സമ്പൂർണ്ണ ചൈതന്യ പ്രവാഹത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 12 ആണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു വ്യാഴവട്ടക്കാലം. 12 വർഷങ്ങൾക്കു ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു തുളസിത്തറയിൽ നിന്നും ചൈതന്യത്തിൻ്റെ മഹാപ്രവാഹം പോലെ ഇത്രയും സുന്ദരമായ ഒരു മഠപ്പുരയിലേക്കുള്ള വളർച്ച അത്ഭുതകരമായിരുന്നു. ഈ വ്യാഴവട്ടക്കാലത്തിനിടയിൽ ഈ മഹാസങ്കേതം തേടി വന്ന ഭക്തജനങ്ങൾ ആയിരക്കണക്കിനാണ്. അതിൽ സംഗീത മേഖലയിൽ നിന്നുള്ളവരും ആധ്യാത്മിക സാംസ്കാരിക നായകന്മാരും സിനിമാക്കാരും പെടുന്നു എന്നത് വള്ളുവൻ കടവിലെ ശ്രീ മുത്തപ്പ ചൈതന്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാകുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നു ശ്രീ മുത്തപ്പൻ. ചതിച്ചവനെ വിശ്വസിക്കാതെയും വിശ്വസിക്കുന്നവനെ ചതിക്കാതെയും മുന്നോട്ടു പോകുന്ന മുത്തപ്പൻ്റെ അവതാര ചൈതന്യ ശക്തികൾക്ക് മുന്നിൽ കൂടി വരുന്ന ഈ ജനപ്രവാഹം മലബാറിലെ തന്നെ ഏറ്റവും വലിയ മുത്തപ്പ മഠപ്പുരയായി വള്ളുവൻ കടവിനെ മാറ്റുന്നു. മുത്തപ്പൻ്റെ പൂജകൾ കൃത്യമായി ചെയ്യുകയും മടപ്പുരയ്ക്ക് കാവലായി മാറുകയും ചെയ്യുന്ന വ്യക്തി അറിയപ്പെടുന്നത് മടയൻ എന്നാണ്. തീയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് പരമ്പരാഗതമായി ഈ പദവി ലഭിക്കുന്നത്. മടപ്പുരകളിൽ ഉപകർമ്മങ്ങൾ ചെയ്യുന്നവരെ കലശക്കാർ എന്നും വിളിച്ചു പോരുന്നു. ക്ഷേത്രത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒരു ചിട്ടയുണ്ട്. മടപ്പുരയിലെത്തിയാൽ ആദ്യം കഴകപ്പുരയിൽ ജഗദ്ഗുരുവിനെയും ഭഗവതിയെയും തൊഴണം. ശേഷം ക്ഷേത്രത്തിനുള്ളിലുള്ള മുത്തപ്പനെയും തിരുവപ്പനെയും തൊഴുത് പ്രദക്ഷിണം വയ്ക്കണം. പിന്നീട് ഗുളികനെയും നാഗങ്ങളെയും പ്രാർത്ഥിക്കണം. മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത വിധം ഇവിടത്തെ നിവേദ്യം കള്ളും ചുട്ടമീനുമാണ്. എന്നും രാവിലെ മുത്തപ്പ മടപ്പുരയിൽ നിവേദിക്കാനുള്ള കള്ള് കൊണ്ടുവരും. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രസാദമായി എല്ലാ ദിവസവും പുഴുങ്ങിയ പയറും ചുട്ടമീനും തേങ്ങാക്കൊത്തുമാണ് നൽകുന്നത്. എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് ഇവിടെ പ്രസാദ ഊട്ടും ഉണ്ടാകാറുണ്ട്. നായകളോടുള്ള ബഹുമാനമാണ് മടപ്പുരയിലെ മറ്റൊരു സവിശേഷത. മുത്തപ്പന്റെ സന്തത സഹചാരി നായ മടപ്പുരകളിൽ പാവനമായി കരുതപ്പെടുന്നു. ക്ഷേത്ര പരിസരങ്ങളിൽ നായ്ക്കൾ വാലാട്ടി നടക്കുന്ന കാഴ്ചകൾ അതീവ ഹൃദ്യമാണ്. വള്ളുവൻ കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ തീർത്ഥക്കിണർ അതിമഹത്തരമാണ്. ഈ പ്രദേശത്തുള്ള കിണറുകളിലെല്ലാം ഉപ്പുവെള്ളമാണെങ്കിൽ പുഴയുടെ സമീപത്ത് തന്നെയുള്ള ഈ തീർത്ഥക്കിണറിൽ ലഭിക്കുന്നത് ശുദ്ധജലമാണ്. ഒറ്റശിലയിൽ നിർമ്മിച്ചിരിക്കുന്ന 4 ടൺ ഭാരമുള്ള ശിവപ്രതിഷ്ഠയും ഉരുളി പോലെയുള്ള കിണറും ഈ ക്ഷേത്രത്തെ സുന്ദരമാക്കുന്ന കൗതുക കാഴ്ചകളിൽ ഉൾപ്പെട്ടവയാണ്.
കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് തെയ്യം. വടക്കേ മലബാറിലെ തെയ്യങ്ങളെ ദൈവത്തിൻ്റെ അവതാരമായിട്ടാണ് വിശ്വാസികൾ കണ്ടുവരുന്നത്. തിരുവപ്പന, വെള്ളാട്ടം എന്നീ 2 ദൈവിക സങ്കല്പങ്ങളാണ് ഒരു മുത്തപ്പ മഠപ്പുരയിൽ നിറഞ്ഞു നിൽക്കുന്നത്. തെയ്യത്തിൻ്റെ ചെറിയ രൂപമായും ബാല്യവേഷമായും വെള്ളാട്ടത്തെ കാണാറുണ്ട്. തിരുവപ്പൻ മഹാവിഷ്ണുവും വെള്ളാട്ടം പരമേശ്വരനുമാണെന്നും സങ്കല്പിച്ചു വരുന്നു. മുത്തപ്പന്റെ അതിപ്രധാനമായ അംശങ്ങളിലൊന്നാണ് ശിരസിലണിയുന്ന തിരുമുടി. തിരുമുടിക്ക് മുകളിലെ 3 വളയങ്ങൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ഗുണങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മത്സ്യാകാര രൂപമാണ് തിരുമുടിക്കുള്ളത്. ത്രിഗുണങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള തിരുമുടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ മത്സ്യാവതാരത്തിൻ്റെ മഹിമയാണ് വെളിപ്പെടുത്തുന്നത്. ദശാവതാര കഥയിലെ ഭക്തിരസപ്രധാനമായ ഏടുകളിലൊന്നാണല്ലോ മത്സ്യാവതാരം. തെയ്യം കെട്ടിയാടി വരുന്നത് വണ്ണാൻ, മലയൻ, അഞ്ഞൂറ്റാൻ, മുന്നൂറ്റാൻ, വേലൻ, ചിങ്കത്താൻ, മാവിലൻ, പുലയൻ എന്നീ സമുദായത്തിൽപ്പെട്ടവരാണ്. ചമയങ്ങളെല്ലാം കലാകാരന്മാർ തന്നെയാണ് രൂപപ്പെടുത്തുന്നത്. ചെണ്ട, മദ്ദളം, പെരുമ്പറ, വീക്ക്, ഇലത്താളം, നാഗനാദസ്വരം, ഇടയ്ക്ക, ശംഖ് എന്നിവയാണ് പ്രധാന വാദ്യോപകരണങ്ങൾ. വെളുപ്പ്, കറുപ്പ്, ചുവപ്പ് എന്നീ നിറങ്ങളിൽ തെളിയുന്ന ഉടയാടകളിലൂടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയും സർവചരാചരങ്ങളും കുടികൊള്ളുന്ന ശ്രീ മുത്തപ്പൻ്റെ ശിരസിലെ തുമ്പപ്പൂവിൽ പ്രപഞ്ചത്തെയും ദർശിച്ച് ഭക്തർ ജന്മസാഫല്യം നേടുന്നു. സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അടയാളമായ തുമ്പപ്പൂവിൻ്റെ പവിത്രതയെ സ്വന്തം തിരുമുടിയിൽ ഏറ്റി അനുഗ്രഹവർഷം ചൊരിയുന്ന, എവിടെയും ഏതു രൂപത്തിലും ഏതു സമയത്തും സാന്നിധ്യമറിയിക്കുന്ന ദേവചൈതന്യ ഭാവമായ ശ്രീമുത്തപ്പൻ ഒരു അത്ഭുത സാന്നിധ്യമായി ഈ കലികാലത്തിൽ നിറകൊള്ളുന്നു. കുട്ടിക്കാലത്ത് നായാട്ടിന് പോയ ഓർമ്മ പുതുക്കുന്ന വെള്ളാട്ട സമയത്ത് മുത്തപ്പൻ്റെ കയ്യിൽ അമ്പും വില്ലും നായ്ക്കുട്ടിയുടെ വെള്ളിയിൽ തീർത്ത പ്രതിമയും കാണാം. മുത്തപ്പൻ തെയ്യത്തിന് മുന്നിൽ സ്വന്തം വിഷമതകൾ പറയുമ്പോൾ അരുളപ്പാടായി കിട്ടുന്ന മൊഴികൾ വിശ്വാസികൾക്ക് ആശ്വാസത്തിൻ്റെ കരുത്തായി മാറുന്നു. ദിവസവും മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങുവാനും സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞ് സാന്ത്വനവും തലോടലും ലഭിക്കുന്നതിനും ഭക്തജനങ്ങളുടെ നീണ്ട നിര തന്നെ എന്നും വള്ളുവൻകടവ് മുത്തപ്പ മഠപ്പുരയിൽ കാണാം. പന്ത്രണ്ട് വർഷത്തോളമായി താന്ത്രിക കാർമ്മികത്വത്തോടും വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടും കൂടി എല്ലാ വർഷവും ധനുമാസത്തിൽ ഡിസംബർ 31 മുതൽ ജനുവരി 7 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുവപ്പന മഹോത്സവം ആഘോഷപൂർവം കൊണ്ടാടുന്നു.
ഉത്സവത്തിന്റെ ആദ്യ ദിവസം രാവിലെ ബ്രഹ്മശ്രീ കാട്ടുമാടം എളയേടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും മറ്റു വിശേഷാൽ പൂജകളോടും കൂടി ഉത്സവ കൊടിയേറ്റം നടക്കുന്നു. വൈകിട്ട് ചേമ്പേനാൽ തട്ടുപറമ്പ് ശ്രീ പൊട്ടൻ ദേവസ്ഥാനത്തു നിന്നും വാദ്യമേള അകമ്പടിയോടുകൂടി മടപ്പുരയിലേക്കുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു. ഇവിടത്തെ നാഗദേവതകൾക്കുമുണ്ട് സവിശേഷതകൾ. ദേവസ്ഥാനത്തിനു സമീപം ചമ്പകച്ചുവട്ടിൽ സാന്നിധ്യമറിയിച്ച് ആടിക്കൊണ്ടിരിക്കുന്ന നാഗദേവതകളെ വിധിപ്രകാരം നാഗാരാധനയ്ക്ക് കീർത്തികേട്ട തൃശൂർ പാമ്പമ്മേക്കാട്ടുമനയിലെ നമ്പൂതിരിമാർ നാഗമണ്ഡപം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു. നാഗദോഷ നിവാരണത്തിന് നാഗഫണം ഒപ്പിക്കൽ, നാഗമുട്ട ഒപ്പിക്കൽ, സർപ്പബലി, നൂറും പാലും എന്നിവ അടങ്ങിയ വഴിപാടുകളാണ് ഭക്തജനങ്ങൾ ഇവിടെ നടത്താറുള്ളത്. മടപ്പുരയിലെ മറ്റൊരു പ്രധാന ഉപാസനാമൂർത്തിയാണ് ഗുളികൻ. മന്ത്രമൂർത്തികളിൽപ്പെട്ട ദേവതയാണ് ഗുളികൻ. മലയ സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് ചെയ്യുന്നത്. മുഖത്ത് കണ്ണുംപോളയും അരയിൽ ഒലിയുടുപ്പും കയ്യിൽ ശൂലവും മണിയുമാണ് ഗുളികന്റെ ദൈവക്കോല വിധാനം. അരയിൽ കുരുത്തോല കൊണ്ടുള്ള ഒലിയുടുപ്പ്, പുരികത്തിന് തൊട്ട് മേലേന്ന് തുടങ്ങി കണ്ണിന് താഴെ വരെ നീളുന്ന മഷി, മുഖത്തും ദേഹത്ത് പൊക്കിൽ വരെയും അരിച്ചാന്ത്, പനയോലയും ചായില്യവും കൊണ്ടുള്ള മുഖത്തെടുത്ത്, കാലിൽ ചിലമ്പണിഞ്ഞ് തെയ്യങ്ങൾ കെട്ടിയാടുമ്പോൾ മടപ്പുരയിലേക്ക് അനുഗ്രഹം തേടി നാനാദിക്കിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ അവസാന നാളിൽ 100ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പ്രാചീന കലാരൂപങ്ങളായ മയിലാട്ടം, പൂക്കാവടിയാട്ടം, ബൊമ്മയാട്ടം, ദേവനൃത്തം മുതലായവയോടുകൂടിയ വമ്പിച്ച തിരുമുൽക്കാഴ്ച കണ്ണാടിപ്പറമ്പ് പുതിയ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്നും പുറപ്പെടുന്നു. വരുന്ന വഴികളിൽ റോഡിന് ഇരുവശവുമായി കാഴ്ചവരവിനെ സ്വീകരിക്കാൻ ജാതിമതഭേദമന്യേ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഈ വിശ്വാസ കേന്ദ്രത്തിന്റെ മഹിമ വർദ്ധിപ്പിക്കുന്നു. രാത്രി മീനമൃത് എഴുന്നള്ളത്ത് തുടങ്ങും. ഉത്സവകാലങ്ങളിൽ നടക്കുന്ന പ്രധാന അനുഷ്ഠാനമാണ് മീനമൃത് എഴുന്നള്ളിക്കൽ ചടങ്ങ്. പൂർവഗുരുവായ കാരണവർക്ക് മുത്തപ്പ ദർശനം ലഭിച്ചത് നദിയിൽ മത്സ്യങ്ങളെ അമ്പെയ്ത് വിനോദിക്കുന്ന വേളയിലാണ്. ആയതിനാൽ ഉത്സവകാലത്ത് ഭക്തർ വ്രതം നോറ്റ് ആഘോഷത്തോടെ പുഴയിലിറങ്ങി മത്സ്യങ്ങളെ അമ്പെയ്ത് പിടിക്കുകയും വാദ്യഘോഷത്തോടെ ദേവസന്നിധിയിലെത്തി മുത്തപ്പന് സമർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. രാത്രി വാദ്യമേളങ്ങളടങ്ങിയ കളിക്കപ്പാട്ട് തോറ്റങ്ങൾ ആരംഭിക്കും. അന്തിത്തറക്ക് ചുറ്റും വണ്ണാന്മാർ പാടിക്കളിക്കുന്ന കളിക്കപ്പാട്ടിലൂടെയാണ് മുത്തപ്പന്റെ കഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതിനുശേഷം മടയൻ കലശത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വച്ചിട്ടുള്ള കഴകപ്പുരയിൽ പോവുകയും അവിടെ നിന്ന് വാദ്യഘോഷത്തിന്റെയും ആർപ്പുവിളിയുടെയും അകമ്പടിയോടെ കലശം മടപ്പുരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു.
കളിക്കപ്പാട്ട് കഴിഞ്ഞാലുടൻ മടയൻ കർമ്മങ്ങൾ ആരംഭിക്കും. ഭക്തജനങ്ങൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മടപ്പുരയിൽ കലശമെഴുന്നള്ളത്തും ഇതേ സമയം ആരംഭിക്കും. തിരുവള്ളുവൻകടവിലെ ഉഗ്രദേവതകളിൽ പ്രമുഖയാണ് എളേടത്തു ഭഗവതി. സന്താനലബ്ധിക്കും സർവകലാ സൗഖ്യത്തിനുമാണ് ഈ ദേവതയെ ഭക്തർ വിശിഷ്യ ഉപാസിച്ചു വരുന്നത്. പ്രധാന വഴിപാടായ താലി സമർപ്പണത്തിനും മറ്റു പൂജകൾക്കുമായി ഭഗവതിക്കുള്ള നേർച്ചയും വഴിപാടുമായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഈ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു. പെരുവണ്ണാൻ സമുദായക്കാരാണ് എളേടത്തു ഭഗവതിയുടെ കോലധാരണം നടത്തിവരുന്നത്. ഉത്സവനാളിൽ പുലർച്ചെ ഗുളികൻ തിറയും തുടർന്ന് തിരുവപ്പനയും വെള്ളാട്ടവും തുടങ്ങും. പുലർച്ചയോടുകൂടി മുത്തപ്പന്റെ തിരുരൂപം ധരിക്കുവാനുള്ള മുന്നോടിയായി വെള്ളകെട്ടുക എന്ന ചടങ്ങ് നടക്കും. കണ്ണിൽ മഷിയിടൽ ചടങ്ങാണ് ആദ്യം. പിന്നീട് തിരുമുഖത്ത് എഴുത്തും നടത്തും. വെള്ളകെട്ടിന് ശേഷം ദൈവത്തറയിലേക്ക് കോലങ്ങളെ ആവാഹിച്ചിരുത്തി കർമ്മങ്ങൾ ആരംഭിക്കുന്നു. പുലർകാലത്ത് മധുകുംഭവും കൊണ്ട് കലശക്കാരും മടയനും മുത്തപ്പനെ ആദരിച്ചാനയിക്കുന്നു. പുറപ്പാടോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിരുരൂപം എഴുന്നള്ളിച്ച ശേഷം സ്ഥാനികനായ മടയനുമായി കൂടിക്കാഴ്ചയും മധുപാനവും നടത്തുന്നു. തുടർന്ന് ഭക്തിനിർഭരമായ തിരുനൃത്തം ആടുന്നു. വലത്തുകൈയിലെ വില്ലും ശരവും ഇടത്തുകൈയിലേക്ക് മാറ്റുന്നതോടെ അവസാനിക്കുന്ന തിരുനൃത്തത്തിന് ശേഷം മുത്തപ്പൻ ഭക്തന്മാരെയെല്ലാം തൻ്റെ അരികിലേക്ക് വിളിച്ച് അനുഗ്രഹം ആരംഭിക്കുന്നു. ഭക്തരുടെ പരിഭവങ്ങളും പരാതികളും ചെവികൊള്ളുന്ന മുത്തപ്പൻ പരിഹാരമാർഗങ്ങൾ ഉപദേശിച്ച് സാന്ത്വനപൂർവം ഓരോരുത്തരെയും അനുഗ്രഹിച്ച് യാത്രയാക്കുന്ന കാഴ്ച ആരുടെയും ഹൃദയം കവരും. തിരുവപ്പനയുടെയും വെള്ളാട്ടത്തിൻ്റെയും ഒന്നിച്ചുള്ള അനുഗ്രഹം വാങ്ങുവാൻ ഈ സമയത്ത് ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും. രാവിലെ എളേടത്തു ഭഗവതിയുടെ തിറയും വൈകിട്ട് കൊടിയിറക്കലോടുകൂടി ഉത്സവവും സമാപിക്കുന്നു. ആയുർവേദം പാരമ്പര്യമായി സിദ്ധിച്ച മണ്ണാണ് വള്ളുവൻകടവ് മുത്തപ്പന്റെ തിരുമണ്ണ്. ഈ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണുവാരി കൊടുത്താലും അത് ഔഷധമായി സിദ്ധിക്കുമെന്ന് പ്രശ്നവിധിയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വള്ളുവൻകടവ് മുത്തപ്പന്റെ ഓരം ചേർന്ന് ഒരു ആയുർവേദശാല ഇപ്പോഴും പ്രവർത്തിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ആയുർവേദ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തുന്ന രോഗികൾക്ക് സൗജന്യമായ ചികിത്സയും നൽകി വരുന്നു. നാട്ടിലെ സാധാരണയാളുകൾക്ക് വിവാഹം നടത്താനും കൂടാതെ മറ്റു കൊച്ചു അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും സുന്ദരമായ ഓഡിറ്റോറിയവും ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി പണി കഴിപ്പിക്കുകയും പ്രോഗ്രാമുകൾ നടന്നുവരികയും ചെയ്യുന്നു. രാപ്പകലില്ലാതെ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വെറും കൈയോടെ തിരിച്ചയക്കാതെ വയറു നിറയെ അന്നാഹാരവും നൽകുവാനുള്ള ഒരു ഭോജനശാല ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ശ്രീ മുത്തപ്പ ചൈതന്യം നിലനിർത്താനും ആത്മീയമായ രീതിയിൽ ഈ മടപ്പുരയുടെ വികസന പ്രവർത്തനങ്ങൾ ത്വരിത രീതിയിലാക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത്
സംഗീതപ്രിയനായ മുത്തപ്പന്റെ മുന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിലും സംഘാടക സമിതി എപ്പോഴും പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മുത്തപ്പന്റെ ചൈതന്യത്താൽ അനുദിനം അനുഗ്രഹം ചൊരിയുന്ന നാട്ടിൽ നിന്ന് മുത്തപ്പന്റെ അനുഗ്രഹവും വാങ്ങി വള്ളുവൻ കടവിനോട് യാത്ര പറഞ്ഞു പോകുന്ന ഭക്തജനങ്ങൾ അടുത്ത തിരുവപ്പന മഹോത്സവത്തിന് വേണ്ടി ഭക്ത്യാദരപൂർവം കാത്തിരിക്കുന്നു. തൻ്റെ കാരുണ്യവും സ്നേഹവും ഭക്തരോടുള്ള അനുകമ്പയും പകർന്നുകൊണ്ട് ഇന്നും ശ്രീമുത്തപ്പൻ തൻ്റെ ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായി ശ്രീ തിരുവള്ളുവൻ കടവിൽ നിലകൊള്ളുന്നു.